So, today we are going to discuss about problem decomposition in module 4. What is problem decomposition? Problem decomposition is the process of breaking a complex problem into smaller, more manageable sub-problems. This makes it easier to solve and understand each part, leading to an efficient solution for the whole problem. ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ് സ്മോളർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മാനേജബിൾ ആയിട്ടുള്ള സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് പ്രോബ്ലം ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തെ സ്മോളർ ആയിട്ട് അല്ലെങ്കിൽ മാനേജബിൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പം നമുക്കത് സോൾവ് ചെയ്യാൻ ഈസിയർ ആവും. അതുപോലെ ഓരോ പാർട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള സൊല്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് പ്രോബ്ലം ഡീകമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രോബ്ലം ഡീകമ്പോസിഷൻ ഇൻ IT. സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. അപ്പൊ ലാർജ് IT സിസ്റ്റംസ് ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ലാർജ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിയർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കോംപ്ലക്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത് ഇംപ്രൂവ്സ് ഫോക്കസ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു വലിയ കോംപ്ലക്സ് പ്രോബ്ലത്തെ മാനേജബിൾ പീസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതിന്റെ ആസ്പെക്ട്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഓരോ പാർട്സിലെയും പ്രോബ്ലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് പോകാൻ പറ്റും. മൂന്നാമത്തത് ഫെസിലിറ്റേറ്റ്സ് പാരലൽ വർക്ക്. ടീംസ് ക്യാൻ വർക്ക് ഓൺ ഡിഫറെന്റ് സബ് പ്രോബ്ലംസ് സൈമൾട്ടേനിയസ്ലി. അപ്പം ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ടീംസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് തന്നെ ഡിഫറെന്റ് സബ് പ്രോബ്ലംസിന് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എൻഹാൻസസ് സ്കെയിലബിലിറ്റി. അപ്പം സിസ്റ്റം ക്യാൻ ഗ്രോ ഓർ അഡാപ്റ്റ് ബൈ സോൾവിങ് സ്മോളർ സബ് പ്രോബ്ലംസ്. അതാണ് എൻഹാൻസസ് സ്കെയിലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് പ്രോബ്ലം ഡീകമ്പോസിഷൻ IT എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി, improves focus, facilitates parallel work, enhances scalability. ഇനി പ്രോബ്ലം ഡീകമ്പോസിഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അതിന്റെ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ആണ്. ഈ ചെറിയ പ്രോബ്ലംസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒന്നാമത്തെ ബെനിഫിറ്റ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ആണ്. രണ്ടാമത്തെ ബെറ്റർ കൊളാബറേഷൻ. ടാസ്ക് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് മൾട്ടിപ്പിൾ ടീംസ്. അപ്പൊ നമ്മൾ ഈ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലം ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സബ് പ്രോബ്ലംസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടീമിനെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോ ടീമിനും അതിനെ അസൈൻ ചെയ്ത് കൊടുത്ത് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ കൊളാബറേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെന്താ, റെഡ്യൂസ്ഡ് റിസ്ക്. ഇപ്പൊ സ്മോളർ പാർട്സിനെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓവറോൾ ആയിട്ടുള്ള റിസ്കിനെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഫെയിലിയറിനെ എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് റെഡ്യൂസ്ഡ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത്തെ റീയൂസബിലിറ്റി ആണ്. ഈ സബ് പ്രോബ്ലംസിന് അല്ലെങ്കിൽ സബ് സൊല്യൂഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കോണ്ടസ്റ്റുകളിലും, പല ഡിഫറെന്റ് കോണ്ടസ്റ്റുകളിലും റീയൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഇനി ഈസിയർ ഡീബഗ്ഗിങ്. പ്രോബ്ലംസ് ക്യാൻ ബി ഐസൊലേറ്റഡ്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് എറേഴ്സ്. അപ്പൊ ഇങ്ങനെ സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എറേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് ഡീകമ്പോസിഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, ബെറ്റർ കൊളാബറേഷൻ, റെഡ്യൂസ്ഡ് റിസ്ക്, റീയൂസബിലിറ്റി ആൻഡ് ഈസിയർ ഡീബഗ്ഗിങ്. നമുക്കിനി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. നമ്മളൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. സ്റ്റെപ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ മെയിൻ പ്രോബ്ലം. മെയിൻ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ബിൽഡിംഗ് എ സ്കേലബിൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, അതാണ് മെയിൻ പ്രോബ്ലം. രണ്ടാമത്തെ എന്താ, ബ്രേക്ക് ഡൗൺ ദ പ്രോബ്ലം. അപ്പൊ നമ്മൾ ആ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. അപ്പം യൂസർ ഒതന്റിക്കേഷൻ, പ്രൊഡക്റ്റ് കാറ്റലോഗ് മാനേജ്മെന്റ്, പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേഷൻ, ഓർഡർ മാനേജ്മെന്റ്, അങ്ങനെ 4ആയിട്ട് നമ്മൾ ആ പ്രോബ്ലത്തെ എന്ത് ചെയ്തു, ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഓരോ സബ് പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ടീംസിന് നമ്മൾക്ക് ഓരോ കമ്പോണന്റിനെ എന്ത് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്
അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സ്റ്റെപ്പ് 4, ഇന്റഗ്രേറ്റ് ദ സൊല്യൂഷൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മൊഡ്യൂൾസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫുള്ളി ഫങ്ഷനിങ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക. ഇനി പ്രോബ്ലം ഡീകമ്പോസിഷന്റെ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഡീകമ്പോസിഷൻ ആണ് ഒന്നാമത്തെ ചലഞ്ച്. ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഇൻ ടു മെനി സ്മോൾ പാർട്സ് ക്യാൻ ലീഡ് ടു കോംപ്ലക്സിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓവർ ഡീകമ്പോസിഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരുപാട് സബ് പാർട്സ് ആയി കഴിഞ്ഞാൽ അതും കോംപ്ലക്സിറ്റിക്ക് കാരണമാവും. രണ്ടാമത്തെ ലാക്ക് ഓഫ് ക്ലിയർ ബൗണ്ടറീസ്. അൺക്ലിയർ പ്രോബ്ലം ഡെഫിനിഷൻസ് മേ ലീഡ് ടു ഇൻഎഫക്റ്റീവ് ഡീകമ്പോസിഷൻ. അപ്പൊ നമ്മൾ കറക്റ്റ് ബൗണ്ടറീസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഡീകമ്പോസിഷനിലോട്ട് ലീഡ് ചെയ്യും. മൂന്നാമത്തെ കോർഡിനേഷൻ ഇഷ്യൂ ആണ്. എൻഷുറിങ് ഓൾ സബ് സൊല്യൂഷൻസ് വർക്ക് ടുഗദർ ആസ് എ കൊഹസീവ് ഹോൾ. അപ്പൊ കോർഡിനേഷൻ ഇഷ്യൂസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ടീംസും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് പോയാലേ നമ്മുടെ ഈ പ്രോബ്ലം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം കോർഡിനേഷൻ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ പ്രോബ്ലം ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള IT പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു പവർഫുൾ സ്ട്രാറ്റജിയാണ് ഈ പ്രോബ്ലം ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ മാനേജബിൾ ആയിട്ടുള്ള പാർട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് പ്രോബ്ലം ഡീകമ്പോസിഷൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ it leads to greater efficiency, easier collaboration and scalable system. Proper decomposition requires understanding the problem, logical division of tasks and careful integration. ഇതാണ് മെയിൻ ആയിട്ടും പ്രോബ്ലം ഡീകമ്പോസിഷനകത്ത് വരുന്ന സ്റ്റെപ്സ്. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, ലോജിക്കൽ ഡിവിഷൻ ഓഫ് ടാസ്ക് ആൻഡ് കെയർഫുൾ integration. So thank you. I hope that you got an idea about problem decomposition.